ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പെയർ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഏത് പെയറാണോ ആ ഒരു പെയറിൻ്റെ ട്രെൻഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നാണ്. കുറേ അധികം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഞാൻ എങ്ങനെയാണോ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല വേറൊരു ട്രേഡർ ഈ ഒരു മാർക്കറ്റിനെ കാണുന്നത്, ഈ AUD/USD കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഇതിൽ ഇപ്പോൾ ബൈയിങ് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് സെല്ലിങ് ഓപ്ഷൻസ് ആയിരിക്കും അവർക്ക് കൂടുതൽ, അല്ലെ അവർ അന്ന് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് അവരുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അവരുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രെൻഡ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ട്രെൻഡ് ഫൈൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. പേഴ്സണലി ഞാൻ ട്രെൻഡ് നോക്കാറില്ല. എൻ്റെ സ്ട്രാറ്റജി സംബന്ധിച്ചിട്ട് കറണ്ട് പ്രൈസ് ആക്ഷൻ, ഇന്നത്തെ മാർക്കറ്റ് എന്താണോ കാണിക്കുന്നത്, ഇന്നത്തെ ലിക്വിഡിറ്റി എവിടെയാണോ ബിൽഡ് ആവുന്നത്, പ്രീവിയസ്ലി അല്ലെങ്കിൽ തൊട്ട് ബാക്കിലുള്ള ഡേയ്സ് അല്ലെ വീക്ക് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യും. ഓവറോൾ ട്രെൻഡ് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ട്രെൻഡ് നോക്കിയാൽ നല്ലതാണ്, നമുക്കൊരു ഒരു ഫാക്ടറോട് ആഡ് ഓൺ ആയിട്ട് കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ട്രെൻഡിൻ്റെ ആവശ്യം വരുന്നില്ല. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അക്കോർഡിംഗ്ലി ഞാൻ ട്രേഡ്സ് പ്ലേസ് ചെയ്യും. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഗുണം. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഇമാജിൻ, ഞാൻ സാധാരണ എങ്ങനെയാണ് ട്രെൻഡ് നോക്കുന്നത്, ഇപ്പോൾ ട്രെൻഡ് നോക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. സോ ട്രെൻഡ് നോക്കുമ്പം ആൾക്കാർ വീക്കിലിന്ന് തുടങ്ങിയിട്ടായിരിക്കും താഴേക്ക് വരുന്നത്. വീക്കിലി, ഡെയിലി, 4 അവർ, 1 അവർ, 15-5 അങ്ങനെ പോകുന്നവരുണ്ട്. ചില ആൾക്കാർ ഡെയിലിയും തുടങ്ങും, ചില ആൾക്കാർ 4 അവർ, 1 അവർ, 15 മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. ചില ആൾക്കാർ 1 അവർ മാത്രം എടുത്തതിന് ശേഷം 15-5 കൂടെ ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ്സിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ട്രെൻഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എവിടെ ട്രേഡ് പ്ലേസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് ബൈയിങ് ആണെങ്കിൽ നമുക്ക് പുൾ ബാക്കിൽ സെല്ല് ചെയ്യാം, അല്ലേ? പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റ് ട്രേസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബൈയും ചെയ്യാം, അല്ലേ? കാരണം മാർക്കറ്റ് ട്രെൻഡ് ബൈയിങ് ആണ്, പക്ഷേ നമുക്ക് അവിടെ നിന്ന് സെല്ലും ചെയ്യാം. വൈ? ബിക്കോസ് അതൊരു പുൾ ബാക്കാണ്. അപ്പം അതെല്ലാം സ്ട്രാറ്റജി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. പേഴ്സണലി ഞാൻ ചെയ്യുമ്പം ഡയറക്റ്റ്ലി വീക്കിലോട്ട് ഞാൻ പോകും. ഓവറോൾ വീക്കിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നോക്കും. ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബൈയിങ് ആണ്. പക്ഷെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പേഴ്സണലി ആഡ് ചെയ്യുന്നൊരു ടൂളുണ്ട്, ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്യും ട്രെൻഡ് ഒന്ന് നോക്കാൻ വേണ്ടി. സോ ഇവിടെ ഇപ്പം ബൈയിങ് ആണ്. കാരണം എന്ത് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. പക്ഷേങ്കിൽ ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വിങ് ലോ, സ്വിങ് ഹൈയെ ബ്രേക്ക് ചെയ്യുന്നു മാർക്കറ്റ്. വിഷ് മീൻസ് ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. സ്റ്റിൽ എന്താണ്, മാർക്കറ്റ് ബൈയിങ് ആണ്. സോ വീക്കിലിയിൽ ബൈയിങ് ആണ്. ഡെയിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവറോൾ ബൈയിങ് ആണ്. ഇവിടേക്ക് വരിക, പ്രോപ്പർ സ്വിങ് ലോ സ്വിങ് ഹൈ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സ്വിങ് ലോ സ്വിങ് ഹൈ, അല്ലേ? സ്വിങ് ലോ സ്വിങ് ഹൈ, ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നിൽക്കുക. ഈ ഒരു റേഞ്ച് എന്ത് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു. വിഷ് മീൻസ് ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. മാർക്കറ്റ് താഴേക്ക് അല്ലെങ്കിൽ ട്രെൻഡ് തിരിഞ്ഞു എന്ന് പറയണമെങ്കിൽ മാർക്കറ്റ് ഈ ലോയെ ബ്രേക്ക് ചെയ്യണം. വൈ? ഇതൊരു പ്രൊട്ടക്റ്റഡ് ലോ ആണ്. സിമ്പിൾ. ഇനിയും എന്ത് ചെയ്യുന്നത് വെച്ചാൽ 4 അവർ ലോട്ടൂടെ വരും. കറൻ്റ്ലി മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും. വീക്കിലി ബുള്ളിഷാണ്, ഡെയിലി ബുള്ളിഷാണ്. 4 അവർ എന്താണ്, 4 അവറും ബുള്ളിഷാണ്. കാരണം സ്വിങ് ലോ സ്വിങ് ഹൈ, ലോ ഹൈ ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇത് സ്വിങ് ലോ ആണ്. വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി പുഷ് ചെയ്തു. ഇതാണ് ഹൈ, ലോ ഏതാണ്, ഇതാണ് ലോ. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യില്ല ഇതൊരു സ്വിങ് ലോ ആയിട്ട്. സോ സ്റ്റിൽ 4 അവറിലും എന്താണ്, ബുള്ളിഷാണ്. ഇനിയിപ്പോൾ എൻട്രി എടുക്കുന്ന ടൈം ഫ്രെയിംസിലോട്ട് വരും. ഞാൻ പേഴ്സണലി എൻട്രി എടുക്കുന്നത് 5-ലും 15-ലും ആണ്. 1 അവറിലും ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള ലിക്വിഡിറ്റി മാർക്ക് ചെയ്യും. ലിക്വിഡിറ്റി മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ട്രേഡ്സ് ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഞാൻ പേഴ്സണലി ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു വേയിലാണ്. ഫസ്റ്റ് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യും, അതുപോലെ തന്നെ അതിന് ശേഷമായിരിക്കും ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. വീക്കിലി, ഡെയിലി, 4 അവർ, 1 അവർ, ഇത്രയും ടൈം ഫ്രെയിംസിലായിരിക്കും മെയിനായിട്ട് ട്രെൻഡ് മനസ്സിലാക്കുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു ഫോർ വാച്ചിങ്.